ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് മലായി മട്ടർ പനീർ. ഇത് പനീർ വെച്ചുണ്ടാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. പേര് പോലെ ഇത് ക്രീം വെച്ചാണ് ഉണ്ടാക്കണേ. അപ്പോൾ കുറച്ചൊരു റിച്ച് ഒരു ഹെവി ഡിഷാണ്. അപ്പോൾ നമുക്ക് വല്ല സ്പെഷ്യൽ ഒക്കേഷനോ വല്ല സെലിബ്രേഷനോ ബർത്ത്ഡേ പാർട്ടിക്കോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐഡിയൽ വെജിറ്റേറിയൻ റെസിപ്പിയാണിത്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ഒരു 2 തക്കാളിയും ഒരു 6 to 7 പച്ചമുളകും ചേർത്ത് മിക്സിയിൽ അരച്ച് ഒരു പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണയും അതോടൊപ്പം കുറച്ച് ബട്ടറും ചൂടാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിഞ്ച് നമ്മളുടെ കായപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ചൊന്ന് ഇളക്കി അതിന്റെ പച്ചമണം പോണം. ഈ സമയത്ത് നമുക്ക് എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ അതോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ മസാലപ്പൊടികളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാളയാണ് ഞാൻ ചേർക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഗ്രീൻ പീസും ചേർക്കാം. ഗ്രീൻ പീസ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് മൂടി വെച്ച് നമുക്ക് ഗ്രീൻ പീസ് നല്ലോണം വേവിക്കാം. ഇപ്പൊ ഗ്രീൻ പീസ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം അരച്ചു വെച്ച തക്കാളിയുടെയും പച്ചമുളകിന്റെയും പേസ്റ്റ് ചേർക്കാം. തക്കാളി നല്ലോണം കുക്കായി നല്ലോണം കുറുകണം. അപ്പോൾ ഇത് അടച്ചു വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പൊ തക്കാളി നല്ലോണം കുക്കായിട്ടുണ്ട്. അതിന്റെ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ക്രീം ചേർക്കാം. 1 കപ്പ് ഹെവി ക്രീമാണ് ഞാൻ ഇത് ചേർക്കണത്. ഇതിന്റെ ഒപ്പം നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ഒരു 1/2 to 1/4 കപ്പ് വെള്ളവും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ഈ സമയത്ത് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. അടുത്തത് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 to 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇത് കുറച്ചൊരു സ്വീറ്റ്നെസ് വേണം ഈ ഡിഷിന്. അപ്പോൾ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ വരയ്ക്കും ചേർക്കാം. പിന്നെ അതുമല്ല, അവസാനം തക്കാളിയുടെ പുളി അനുസരിച്ച് പഞ്ചസാര വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം നിങ്ങൾക്ക്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ 6 to 7 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ക്രീം ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. ഈ സമയം കൊണ്ട് പനീറും നല്ല സോഫ്റ്റ് ആയി കിട്ടും. നമുക്കിതിൽ അവസാനമായിട്ട് ജസ്റ്റ് ഒരു പിഞ്ച് ഗരം മസാല ഇതിൽ തൂവാം. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു കുറച്ച് കസൂരി മേത്തിയാണ് കൈൻ്റെ ഇടയിൽ വെച്ച് ക്രഷ് ചെയ്ത് ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് അങ്ങനെ തന്നെ മൂടി നമുക്ക് അടച്ചു വെക്കാം. ഇപ്പൊ നമ്മളുടെ മലായി മട്ടർ പനീർ റെഡിയായി. ഇത് വിളമ്പാറാവുമ്പോൾ മാത്രം തുറക്കുക. അതുവരയ്ക്കും ആ ചൂടിൽ ഗരം മസാലയുടെയും കസൂരി മേത്തിയുടെയും ഒക്കെ ഫ്ലേവർ നല്ലോണം ഡിഷിലേക്ക് ഇറങ്ങും. ഇത് റോട്ടി, നാൻ, ബാസ്മതി റൈസിന്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് പനീർ റെസിപ്പി നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. കുറച്ചൊരു സ്വീറ്റ്നെസ്സും ഒരു പുളിപ്പും ഒക്കെ കൂടി ചേർത്ത് നല്ലൊരു സ്വാദാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്